ഈ ദൈവത്തെ അറിയാ. 1980 ജന്മമെന്നും 83 മരണമെന്നും പറഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ ഏതോ ഒരു മരിച്ചിനിവിടയിൽ 6 മണ്ണിന്റെ അവകാശിയായി തീരേണ്ട കുമാർദാസിനെ ഇന്ന് രാവിലെ ഇവിടെ നിർത്തിയിരിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ നിൽക്കുന്നതല്ല, അവൻ എന്നെ നിർത്തിയതാ. 2.5 വയസ്സായപ്പോൾ ജോണ്ടിസം എന്നറിയപ്പെടുന്ന രോഗം വന്ന ആദ്യത്തെ ആശുപത്രി കൈവിട്ട് രണ്ടാമത്തെ ആശുപത്രിയുടെ ഐസിക്കകത്ത് വെച്ച് നെറ്റി വഴി ഇഞ്ചക്ഷൻ ചെയ്ത് കയറാതെ, ശരീരം കീറി ഇഞ്ചക്ഷൻ ചെയ്ത് കയറാതെ 100-ൽ 98% മരിച്ചെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞ് മാതാപിതാക്കളുടെ കയ്യിലെടുത്തു കൊടുത്ത് അമ്മയുടെ സ്വദേശത്ത് കൊണ്ടുവന്ന് കിടത്തുമ്പോൾ അടുത്തുള്ളൊരു പെന്തക്കോസിലെ ദൈവദാസനോട് ആത്മാവ് പറഞ്ഞു, നീ ചെന്ന് അവരോട് പറയുക, ഈ മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിൽ യേശുവിന്റെ ജീവനെ തിരികെ തരാൻ പോകുകയാണ്. Hallelujah. Praise the Lord. Praise the Lord. എന്റെ മാതാപിതാക്കൾ ഇവിടെ മുഴങ്കാല് മടക്കി ദൈവദാസൻ പറഞ്ഞ വാക്ക് കേട്ടിട്ട് പറഞ്ഞു, കർത്താവേ, ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ മെഡിക്കൽ സെൻസ് ഉപേക്ഷിച്ച ഈ മകനെ ദൈവം ഞങ്ങൾക്ക് വീണ്ടും ജീവനോടെ തന്നാൽ, ഒന്ന്, ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കും. പ്രൈസ് ദി ലോർഡ്. 2, ഇവൻ വളർന്നു വലുതായാൽ രാഷ്ട്രീയത്തിന് വേണ്ടി കൊടി പിടിക്കത്തില്ല, ലോകത്തിന് വേണ്ടി ഇങ്കിലോ സിന്ദാബാദ് വിളിക്കത്തില്ല. ഇവൻ പോർക്കള മേടുകൾ പടതീർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു പടയാളിയായി തീരും. ഈ തീരുമാനം കേട്ടപ്പോൾ ദൈവദാസൻ വെളിച്ചെണ്ണ കയ്യിലൊടിച്ച് സ്വർഗത്തിൽ നോക്കി പ്രാർത്ഥിച്ചെന്റെ ഉച്ചം തലമേൽ ഒഴിച്ചു. ആ നിമിഷം എന്റെ കണ്ണുകളെ കർത്താവ് തുറന്നു. ഒരു സഹോദരൻ, എന്റെ കർത്താവിനെ വിടുവിച്ച വിധങ്ങൾ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഞാനിങ്ങനെ ചിന്തിക്കുന്ന 1900 അന്ന് എന്റെ കർത്താവ് എന്നെ വിടുവിച്ചു. എന്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞടാ, ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ചർച്ചാണ് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ചർച്ച്, ഞങ്ങൾ അവിടെ ആരാധനയ്ക്ക് പോയി. എന്നോട് പറഞ്ഞു, നീ സുവിശേഷ വേല ചെയ്യണം. എന്റെ കൊച്ചുപ്രായത്തിൽ എനിക്ക് ഇഷ്ടമില്ലാത്തൊന്നാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അന്ന് പ്രൈസ് ദി ലോർഡ് ഞാൻ തർക്കിക്കുമായിരുന്നു. എന്നാൽ 15-ാമത്തെ വയസ്സിൽ എന്റെ ആഗ്രഹം കോളേജിൽ പോകാനായിരുന്നെങ്കിൽ SLC പരീക്ഷ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നിന്നെ ഞാൻ എന്റെ വേലയ്ക്ക് വേണ്ടിയാ കണ്ടിരിക്കുന്നത്. നീ കോളേജ് പരമായി ജീവിക്കാനല്ല, എനിക്ക് വേണ്ടി ജീവിക്കാനാ. നീ എനിക്ക് വേണ്ടി നിന്ന ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം ചെയ്താട്ടെ. എന്റെ 15-ാം വയസ്സിൽ ഞാൻ കണ്ണുനീരോട് ദൈവസേന എന്നെ സമർപ്പിച്ചു. ബൈബിൾ കോളേജിൽ പോകാൻ കർത്താവ് ഭാഗ്യം നൽകി. 15-ാം വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ ദൈവം എനിക്ക് കൃപ നൽകി. ഈ 43 വയസ്സ് കഴിഞ്ഞ ഈ സമയം വരെ അവിടുത്തെ ചിറകിന്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കുന്നു. ഒരു കാര്യം, മക്കളുമാര് പുറത്തു പോയിരിക്കുന്ന കുഞ്ഞുങ്ങളും കൂടെ ശ്രദ്ധിച്ച് കേൾക്കണം. ഓല കെട്ടിയ വീട്ടിൽ, ചാണകമുടിയ തറയിൽ, പച്ചക്കല്ല് കൊണ്ട് കെട്ടി ചുമരിൽ, മണ്ണെണ്ണ വിളക്കിന്റെ മുമ്പിൽ ജനിച്ചു വളർന്ന ചരിത്രം പറയാൻ എനിക്കുണ്ട്. പിന്നെ ഓടിട്ട വീട് തന്നു. എന്നാൽ ഇന്ന് ദൈവം എനിക്ക് തന്ന എല്ലാ അനുഗ്രഹത്തിന്റെ പിന്നില് ഈ സുവിശേഷമാണ്.